ഹലോ, സാവലിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന മോസ്റ്റ് അവൈറ്റഡ് ആയിട്ടുള്ള തംബ്നെയിൽ നിങ്ങൾ കണ്ടുപോലെ തന്നെ മോസ്റ്റ് അവൈറ്റഡ് ആയിട്ടുള്ള നഴ്സിംഗ് കൗൺസിലിൻ്റെ അപ്ഡേറ്റ് ഇന്ന് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുവാണ് അതിനെപ്പറ്റി. 4th December 2023 ശേഷം നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഡി എൽ റിസീവ് ആയിട്ടുള്ളവർക്ക് പുതിയ പാത്വേ ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കുറച്ച് നാളുകളായിട്ട് നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെപ്പറ്റി. അപ്പോൾ അങ്ങനെയുള്ള പുതിയ പാത്വേയിൽ എന്തൊക്കെയാണെന്നുള്ള ക്ലിയർ ആയിട്ടുള്ള സെൻറ്റേഴ്സ്, ഫീസ് എല്ലാം അടക്കമുള്ള എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള അപ്ഡേറ്റ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ അത് നഴ്സിംഗ് കൗൺസിലിൻ്റെ വെബ്സൈറ്റിൽ തന്നെയുണ്ട്. നിങ്ങൾക്ക് കയറി നോക്കി വായിച്ചാൽ മനസ്സിലാവും. പക്ഷേ വീഡിയോയിൽ കാണാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് പെട്ടെന്നൊന്ന് പറഞ്ഞു തരുവാണ്. അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ളവർ സ്റ്റേ ട്യൂൺഡ്. അപ്പം നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ ന്യൂസിലൻഡിനെ പറ്റി അധികം അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു പെട്ടെന്നൊരു ക്വിക്ക് ആയിട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറയുവാണ്. OET ഓർ IELTS പാസ്സാവുക, വേണ്ടത് റിക്വയർഡ് സ്കോർ എന്താണെന്ന് നോക്കുക, അത് പാസ്സാവുക, CGFNS സ്റ്റാർട്ട് ചെയ്യുക, CGFNS ഡോക്യുമെൻറ്റ്സ് എല്ലാം കഴിഞ്ഞ് ഫൈനൽ റിപ്പോർട്ട് വരിക. ഫൈനൽ റിപ്പോർട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ നഴ്സിംഗ് കൗൺസിലിൻ്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നു. നഴ്സിംഗ് കൗൺസിലിൻ്റെ പ്രോസസ്സിൽ ഒരു കേസ് മാനേജർ ഉണ്ടാവും. ടൈം ഫ്രെയിമൊക്കെ എല്ലാം നേരത്തെ വീഡിയോയിൽ നോക്കിയാൽ അറിയാം. അപ്പോൾ 4 മാസം വരെ എടുക്കുന്നുണ്ട് കേസ് മാനേജേഴ്സ് അസൈൻ ആകാൻ വേണ്ടിയിട്ട്. ചിലർക്ക് നേരത്തെ ആകുന്നുണ്ട്. അപ്പം അതിനെപ്പറ്റി പറയേണ്ട കാര്യമില്ല, അതിപ്പം എടുത്തു പറയുകയാണ്. നഴ്സിംഗ് കൗൺസിലിൻ്റെ പേയ്മെൻറ്റ് 4th December മുമ്പ് ചെയ്തിരിക്കുന്നവർക്ക് എന്തായാലും ക്യാപ്പ് തന്നെയാണ്. ക്യാപ്പ് വിൽ കണ്ടിന്യൂ. ക്യാപ്പ് ഉണ്ട്, ഇതിൻ്റെ കൂടെ തന്നെയുണ്ട്. ഒരു ട്രാൻസിഷൻ പീരീഡ് ഓഫ് 18 months ഒരു ട്രാൻസിഷൻ പീരീഡിൽ ഇത് രണ്ടും നടക്കും. 4th December മുമ്പ് നഴ്സിംഗ് കൗൺസിലിൻ്റെ പേയ്മെൻറ്റ് ചെയ്ത് ആപ്ലിക്കേഷൻ ഇട്ടവർക്ക് പഴയ പാത്വേ തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് പേയ്മെൻറ്റ് ചെയ്ത് ആപ്ലിക്കേഷൻ ആയിട്ടുള്ളവർക്കെല്ലാമാണ് ഈ പുതിയ പാത്വേ വരാൻ പോകുന്നത്. അപ്പോൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ഇത് ചെയ്യുന്നതിന് മുമ്പായിട്ട്, ഈ പുതിയ പാത്വേ ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ചെയ്യേണ്ട 2 കാര്യങ്ങളുണ്ട്. അത് ഓൺലൈൻ ലേണിംഗ് ആണ്. അതായത് 2 മൊഡ്യൂൾ ഓൺലൈൻ ലേണിംഗ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. എന്നിട്ട് അതിൻ്റെ സർട്ടിഫിക്കറ്റ് നമ്മൾ ഈ IQൻ്റെ, അതായത് ഈ നഴ്സിംഗ് കൗൺസിലിൻ്റെ നിങ്ങളുടെ പോർട്ടലിൽ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കണം. പിന്നെ ചെയ്യാനുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടത് ICHC ആണ്. അത് നമ്മൾ പഴയ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ICHC ഇൻ്റർനാഷണൽ ക്രിമിനൽ ഹിസ്റ്ററി ചെക്കാണ്. അതിന് നിങ്ങൾ എവിടെയൊക്കെ ലാസ്റ്റ് 7 years വർക്ക് ചെയ്തിട്ടുണ്ടോ അവിടെയൊക്കെയുള്ള ഹിസ്റ്ററി ചെക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് $159 Australian ആണ് കേട്ടോ അതിൻ്റെ ചാർജ് വരുന്നത് പെർ കൺട്രി. ICHC ചെയ്യേണ്ടത് ലാസ്റ്റ് 7 years നിങ്ങൾ 1 വർഷത്തിൽ കൂടുതൽ ഏതൊക്കെ കൺട്രികളിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ അവിടുത്തെയൊക്കെ ഇതാണ് ഹിസ്റ്ററി ചെക്ക് ചെയ്യണം. അതിൻ്റെ ഫീസ് എന്ന് പറഞ്ഞാൽ $159 Australian ആണ്. ഓസ്ട്രേലിയൻ കമ്പനിയാണ് അത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ പറ്റിയുള്ള ഡീറ്റെയിൽസൊക്കെ ഞാൻ പഴയ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ജസ്റ്റ് ഒരു ക്വിക്ക് വാമപ്പ് പോലെ ഒന്ന് ഫ്രഷ് അപ്പ് ചെയ്യുവാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മളിതാ ഈ പുതിയ പാത്വയെ പറ്റി ഇപ്പോൾ അപ്ഡേറ്റ് തരാൻ പോകുന്നത്. ക്യാപ്പ് ചെയ്യേണ്ടവർക്ക് ക്യാപ്പ് തന്നെയാണ് പോകുന്നത്. പുതിയ പാത്വേയിലുള്ളവർക്ക് ഫസ്റ്റ് ഇപ്പോൾ വന്നിരിക്കുന്ന അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ അത് 2 സെക്ഷനായിട്ടാണ് നടത്തുന്നത്. തിയററ്റിക്കൽ എക്സാമിനേഷനായിട്ടും OSCE ആയിട്ടും. OSCE എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവ് സ്ട്രക്ചർഡ് ക്ലിനിക്കൽ എക്സാമിനേഷൻ. അതൊരു പ്രാക്ടിക്കൽ എക്സാമിനേഷനാണ്. തിയററ്റിക്കൽ എക്സാമിനേഷൻ നിങ്ങൾ ഏത് കൺട്രിയിലാണോ, ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യ, വേറെ ഏതെങ്കിലും കൺട്രിയിലാണെങ്കിൽ അവിടെ നിന്ന് ചെയ്യാം. അല്ലെങ്കിൽ ന്യൂസിലൻഡിൽ ഉള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. ന്യൂസിലൻഡിൽ വന്ന് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. തിയററ്റിക്കൽ എക്സാമിനേഷൻ നടത്തുന്നത് പിയേഴ്സൺ വ്യൂ ടെസ്റ്റിംഗ് സെൻറ്റേഴ്സുകളാണ്. അപ്പോൾ നാട്ടിലുള്ളവർക്ക് നാട്ടിൽ നിന്ന് ചെയ്യാം, അല്ലെങ്കിൽ ന്യൂസിലൻഡിൽ വന്നിട്ട് ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം. അപ്പം മെനി കൺട്രീസിൽ, ഒരുപാട് കൺട്രീസിൽ ഈ ടെസ്റ്റിംഗ് സെൻറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഫീസ് എന്ന് പറയുന്നത് ഇത് 2 പാർട്ടായിട്ടാണ് നടക്കുന്നത്. പാർട്ട് A ആൻഡ് പാർട്ട് B. പാർട്ട് A എന്ന് പറയുന്നത് മെഡിക്കേഷൻ സേഫ്റ്റിയെ പറ്റിയുള്ളതാണ്. പാർട്ട് B എന്ന് പറയുന്നത് നഴ്സിംഗ് നോളജാണ്. മെഡിക്കേഷൻ സേഫ്റ്റിയെ പറ്റി ചെയ്യുമ്പോൾ ഡ്രഗ് കാൽക്കുലേഷൻസ് ഒക്കെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് പഠിച്ചു വെക്കുക. നഴ്സിംഗ് നോളജ് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് നഴ്സിംഗ് നമ്മുടെ കുറേ ഡിസീസ് കണ്ടീഷൻസ്, മെഡിക്കൽ, സർജിക്കൽ അതൊന്നും ആയിരിക്കില്ല. നഴ്സിംഗ് നോളജ് എന്ന് പറയുമ്പോൾ ഇവിടെ നഴ്സിംഗ് പ്രാക്ടീസ് എങ്ങനെ ചെയ്യുന്നു അങ്ങനത്തെ ഉള്ള ഒരു ടൈപ്പുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പഠിച്ചുകൊണ്ട് പോവുക. അപ്പോൾ പാർട്ട് A ആൻഡ് പാർട്ട് B. അപ്പോൾ പാർട്ട് Aയുടെ ഫീസ് എന്ന് പറഞ്ഞാൽ മെഡിക്കേഷൻ സേഫ്റ്റിയുടെ ഫീസ് പറഞ്ഞാൽ $32 New Zealand. പാർട്ട് B നമ്മുടെ നഴ്സിംഗ് നോളജിൻ്റെ ഫീസ് $108 അപ്പോൾ ടോട്ടൽ ഒരു $140 New Zealand ആണ്. അപ്പോൾ നിങ്ങൾ വേറൊരു കൺട്രിയിൽ നിന്നാണ് ചെയ്യുന്നതെങ്കിൽ ആ പേയ്മെൻറ്റ് പോകുന്നത്, ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് വഴിയൊക്കെയാണ് പേയ്മെൻറ്റ് ചെയ്യുന്നതെങ്കിൽ $90 അത് കൺവേർട്ടായിട്ട് അതിനുള്ള എമൗണ്ട് നിങ്ങളുടെ അവിടെ നിന്ന് കട്ടായിക്കോളും. അപ്പോൾ അങ്ങനെയാണ് ടെസ്റ്റിംഗ് സെൻറ്ററിൽ ഡേറ്റ് എടുത്ത് നിങ്ങൾ എക്സാമിനേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു മൾട്ടിപ്പിൾ ചോയ്സ് എക്സാമിനേഷൻസ് പോലെയുള്ളതാണ്. 120 questions ആണ് ആൻസർ ചെയ്യേണ്ടത്. 180 minutes കൊണ്ട്, അതായത് 3 hours 120 questions ആൻസർ ചെയ്യണം. അപ്പം നിങ്ങൾക്കൊരു ഡൗട്ട് കാണും, ഇത് ഫെയിൽ ആയാൽ അറ്റംപ്റ്റ്സ് ഉണ്ടോ എന്ന്. അപ്പം തീർച്ചയായിട്ടും ഫെയിൽ ആയാൽ അറ്റംപ്റ്റ്സ് ഉണ്ട്. 3 attempts ആണുള്ളത്. 3 പ്രാവശ്യം നമുക്ക് ട്രൈ ചെയ്യാം. ഇപ്പോൾ സപ്പോസ് പാർട്ട് A മാത്രമാണ്, അല്ലെങ്കിൽ പാർട്ട് A അല്ലെങ്കിൽ Bയിൽ ഏതിലും ഒരു എണ്ണം മാത്രമാണ് നിങ്ങൾക്ക് പോയിട്ടുള്ളതെങ്കിൽ അത് മാത്രമായിട്ട്
റീസിറ്റ് ചെയ്ത് നമുക്കത് നേടിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് അത്രയാണ് അതിനെപ്പറ്റി തന്നിരിക്കുന്ന ഇൻഫർമേഷൻ. രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓൺലൈൻ തിയറി എക്സാമിനേഷൻ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ന്യൂസിലൻഡിൽ വന്നു കഴിഞ്ഞിട്ട് മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് നടത്തുന്ന സെൻറ്റർ അക്രഡിറ്റഡ് ആയിട്ടുള്ള നേഴ്സ് മോഡ് സിമുലേഷൻ സെൻറ്റർ, അത് ക്രൈസ്റ്റ് ചർച്ചിൽ അവരുടെ സ്ഥാപനമുണ്ട്. അപ്പോൾ അതാണ് ടെസ്റ്റിംഗ് സെൻ്റർ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അവിടെയാണ് നിങ്ങൾ ഡേറ്റ് എടുത്ത് അതിൻ്റെ ഫീസ് എന്ന് പറയുന്നത് $3,000 ആണ്. അപ്പോൾ $3,000 പേ ചെയ്ത് ഡേറ്റ് എടുത്തിട്ടാണ് ഓസ്കിക്ക് വേണ്ടിയിട്ടുള്ള ഒബ്ജക്റ്റീവ് സ്ട്രക്ചേർഡ് ക്ലിനിക്കൽ എക്സാമിനേഷൻ അതിന് വേണ്ടിയിട്ടുള്ള ഡേറ്റ് എടുക്കേണ്ടത്. അപ്പം അതെന്ന് പറഞ്ഞാൽ 2 day ഓറിയൻറ്റേഷൻ ആൻഡ് പ്രിപ്പറേഷൻ കോഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരൊരു ഓറിയൻറ്റേഷൻ തരും, അതിനെപ്പറ്റി കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അപ്പോൾ അതിനൊരു ഫീസുണ്ട്, അത് $500 ആണ്. അപ്പം ആ പ്രിപ്പറേഷൻ കോഴ്സ് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ദിവസം ആയിരിക്കും ഒരു 3 hourനുള്ള ഒരു ഓസ്കി എക്സാമിനേഷൻ, ക്ലിനിക്കൽ എക്സാമിനേഷൻ. അപ്പം അതിനകത്ത് നമ്മൾ 120 minutes ആണ് അതിനുള്ളത്, അതായത് 2 മണിക്കൂറാണതുള്ളത്. അപ്പം അതിനകത്ത് 120 minutesനുള്ളിൽ നിങ്ങൾ 10 സ്റ്റേഷൻസ് കവർ ചെയ്യണം. ഒരു ഓസ്കി അസസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നഴ്സിംഗ് പ്രാക്ടീസ് സേഫ് ആയിട്ട് ക്ലിനിക്കൽ പ്രാക്ടീസ് എങ്ങനെ ചെയ്യുന്നു, നഴ്സിംഗ് നോളജ് ഇതെല്ലാം അവർ ചെക്ക് ചെയ്യും. 10 സ്റ്റേഷൻസ് നിങ്ങൾ കവർ ചെയ്യണം. 10 സ്റ്റേഷൻസ് എന്ന് പറഞ്ഞാൽ അത് 12 minutes ആണ് ഈച്ച് സ്റ്റേഷനിലുള്ളത്. അപ്പോൾ 2 minute 2 minutes ഫസ്റ്റ് 2 minutes റീഡ് ചെയ്യാനായിട്ട് അതിന് ഇൻസ്ട്രക്ഷൻ വെച്ചിട്ടുണ്ടാവും അവിടെ, അതെടുത്ത് റീഡ് ചെയ്യുക 2 minutes കൊണ്ട്. 8 minutes നിങ്ങളത് പ്രാക്ടീസ് ചെയ്യുക, അതായത് പ്രാക്ടീസ് അല്ല, നിങ്ങളത് ചെയ്ത് കാണിക്കുക, സിനാരിയോ കംപ്ലീറ്റ് ചെയ്യുക. അടുത്ത 2 minutes നിങ്ങൾക്ക് അടുത്ത സ്റ്റേഷനിലോട്ട് മൂവ് ചെയ്യാനായിട്ടുള്ള ഒരു ടൈമാണ്. അപ്പോൾ 12 minutes ഒരു സ്റ്റേഷൻ വെച്ചിട്ട് 120 minutesനുള്ളിൽ 10 സ്റ്റേഷൻസ് നിങ്ങൾ കവർ ചെയ്യണം. അപ്പോൾ ഇതിൽ ഇപ്പോൾ കേട്ടിട്ട് എല്ലാവരും പേടിക്കേണ്ട കാര്യമില്ല. 10 സ്റ്റേഷൻസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു സ്റ്റേഷനകത്ത് ഇപ്പോൾ ഒരു വൈറ്റൽ സൈൻസ് ചെക്ക് ചെയ്യുന്നതിനായിരിക്കും, ഒരു ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യുന്നതായിരിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സ്റ്റേഷൻസിനകത്ത് വരുന്നത്. പിന്നെ പല സിനാരിയോസ് വരാം കേട്ടോ. അതൊക്കെ നമുക്ക് കൂടുതൽ വിവരങ്ങൾ ഓരോ എക്സാമിനേഷൻ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നതനുസരിച്ച് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ ഇതിനും ഒരു റീസെറ്റ് ഉണ്ട്, 2 പ്രാവശ്യം കൂടി നിങ്ങൾക്ക് റീസെറ്റ് ഉണ്ട്. ചെയ്യാൻ പറ്റും, ഓസ്കി റീസെറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഓരോ റീസെറ്റിനും സെയിം എമൗണ്ട് തന്നെ $3,000 തന്നെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഏറ്റവും ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ എല്ലാവരും പാസ്സാകാനായിട്ട് എല്ലാം പ്രിപ്പയർ ചെയ്തിട്ട് മാത്രം ഡേറ്റ് ഒക്കെ എടുക്കുക. അപ്പം ഇതാണ് ഇപ്പോൾ അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് അപ്ഡേറ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പം ആരൊക്കെയാണോ ഈ പാത്വേയിൽ കൂടെ പോകുന്നത് അവരോട് എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യമാണ്, ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിവിടെ വന്നൊരു കോഴ്സ് ചെയ്യുകയോ അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്തൊന്നിരിക്കാൻ ചിലപ്പോൾ സമയം കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നാട്ടിൽ നിന്ന് അല്ലെങ്കിൽ പോരുന്നതിന് മുമ്പ് തന്നെ ഇതിനെക്കുറിച്ച് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവർ നന്നായിട്ട് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കുക. OET അല്ലെങ്കിൽ IELTS നിങ്ങൾ ഒരു വർഷം മുമ്പായിരിക്കും എഴുതി പാസ്സായിട്ടുണ്ടാവുക. അപ്പോൾ നമ്മുടെ ലാംഗ്വേജ് സംസാരിക്കുക, അല്ലെങ്കിൽ മറ്റേതെങ്കിലും നാട്ടിലാണെങ്കിൽ അവിടുത്തെ ലാംഗ്വേജ് സംസാരിച്ച് ഇംഗ്ലീഷ് എൻ്റെ ഫ്ലുവൻസി ഒക്കെ ഒന്ന് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് കൂടുതലൊന്ന് ഫ്ലുവൻ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഒരുപാട് എന്തൊക്കെയാണോ ചെയ്യാൻ പറ്റുക, നിങ്ങൾ പഠിച്ചിട്ടുള്ളതിലേക്ക് എങ്ങനെയൊക്കെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തെടുക്കാമെന്ന്. അപ്പോൾ അതുപോലെ നിങ്ങൾ ഏറ്റവും അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക കേട്ടോ, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. എന്നാലുള്ള നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ ആ സിനാരിയോയിലെ പറ്റിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസ് ഓറിയൻറ്റേഷൻ ക്ലാസ്സിലൊക്കെ പറഞ്ഞു തരുമ്പോൾ അത് മനസ്സിലാവുള്ളൂ. ഒന്നാമത് ആദ്യമേ വരുമ്പോൾ ഒരു സ്ലാങ്ങിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവും. അപ്പോൾ അവരുടെ പ്രൊനൗൺസിയേഷൻ മനസ്സിലായില്ലെങ്കിലോ, അപ്പോൾ അതുകൊണ്ട് അതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്തെടുക്കുക. നല്ലൊരു സ്കില്ലുണ്ടായിട്ട് നല്ല ഫ്ലുവൻ്റായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ മനസ്സിലായി കഴിഞ്ഞാൽ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും പുതിയ പാത്വേ കൂടെ പോകുന്ന എല്ലാവർക്കും കുറച്ച് ആശ്വാസമായോ അതോ ടെൻഷനായോ എന്നറിയില്ല. എന്തായാലും നമുക്കൊരു അപ്ഡേറ്റ് വരുന്നതാണ് നല്ലത്. എത്രയും പെട്ടെന്ന് അപ്ഡേറ്റ് ചെയ്താൽ നമുക്ക് കാര്യങ്ങൾക്ക് തീരുമാനമാകാമല്ലോ. അപ്പം ഓസ്കിയൊക്കെ പാസ്സായിട്ട് എത്രയും പെട്ടെന്ന് ന്യൂസിലാൻഡ് വർക്ക് ഫോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരു പുതിയ അപ്ഡേറ്റുകൾ വരുന്ന അനുസരിച്ച് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബായ്.